ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പം ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളൊരു 40 വയസ്സൊക്കെ കഴിഞ്ഞിട്ട് ഈ ജിമ്മിൽ പോകുന്ന ആൾക്കാരുണ്ട്. അത് കണക്ക് തന്നെ ഈ വെയിറ്റ് ട്രെയിനിങ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഓക്കെ, അപ്പം അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ കാണുമ്പോൾ ഇപ്പോൾ നമ്മൾ രാവിലെയൊക്കെ ജിമ്മിൽ പോകുന്ന സമയത്ത് ചിലപ്പോൾ നമ്മുടെ സുഹൃത്തുക്കളായിരിക്കും, അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ബന്ധുക്കാരായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ അയൽപ്പക്കത്തുള്ളവരായിരിക്കും. അവർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, പൊതുവായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നിങ്ങളൊക്കെ തന്നെ ഫേസ് ചെയ്തിട്ടുള്ളതായിരിക്കും. 10-40 വയസ്സായില്ലേ, ഇനിയിപ്പോൾ എന്തിനാണ് ജിമ്മിൽ പോകുന്നത്? പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് പ്രയോജനം? ഇതുകൊണ്ട് യാതൊരു പ്രയോജനമില്ല. എന്ന് വെച്ചാൽ നമ്മളൊരുമാതിരി വയസ്സനായി, നമ്മുടെ നമ്മൾ എന്തോ ഒരു വലിയ എന്താ പറയുന്നത്, എന്തോ ഒരു വലിയ തെറ്റ് ചെയ്യാൻ പോകുന്നതൊക്കെയാണ് മിക്കവാറും ആൾക്കാരുടെ എല്ലാം ഒരു സംസാരം. ഓക്കെ, അപ്പം ഫ്രണ്ട്സ്, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. പറയുന്നവർ അവിടെയൊക്കെ ഇരുന്ന് പറഞ്ഞോട്ടെ. 40 വയസ്സിന് ശേഷം ജിമ്മിൽ പോയാലും നമ്മൾ വെയിറ്റ് ട്രെയിനിങ് ചെയ്താലും നമുക്ക് ശരീരത്തിന് വളരെ ഗുണകരമായിട്ടുള്ള കാര്യങ്ങളാണ് ഉണ്ടാകുന്നതെന്നുള്ള കാര്യം നമ്മളാദ്യം മനസ്സിലാക്കുക. നമ്മൾ ഇപ്പം ഒരു 40 വയസ്സൊക്കെ കഴിഞ്ഞ് നമുക്ക് കുറച്ച് കൊളസ്ട്രോൾ, ഷുഗർ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ജീവിതശൈലി രോഗങ്ങളൊക്കെ പിടിപെട്ടിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു ഡോക്ടറെ കാണാൻ പോകുന്ന സമയത്ത് ഡോക്ടർമാർ പ്രധാനമായിട്ടും സജസ്റ്റ് ചെയ്യുന്ന ഒരു വ്യായാമം എന്ന് പറയാൻ പറ്റത്തില്ല. നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് നടക്കാൻ പോകാൻ പറയും. ഓക്കെ, നിങ്ങൾ നടക്കാൻ പോകാൻ പറയും. അവർ അത് മാത്രമാണ് പറഞ്ഞു തരുന്നത്. അല്ലാതെ വെയിറ്റ് ട്രെയിനിങ് ചെയ്യാൻ വേണ്ടിയിട്ട്, നിങ്ങൾ റെസിസ്റ്റൻസ് ട്രെയിനിങ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും ഒരു ഡോക്ടേഴ്സും പൊതുവായിട്ട് അങ്ങനെ പറയാറില്ല. അപ്പം എല്ലാവരും വിചാരിക്കുന്നത് നടത്തമെന്ന് പറയുന്നത് ഒരു ഭയങ്കരമായ അത്ഭുതമായ വ്യായാമമാണ്. അത് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് എന്തൊക്കെ വലിയ മാറ്റങ്ങളുണ്ടാകും എന്നൊക്കെ കരുതുന്ന ഒരു സമൂഹത്തിലാണ് നമ്മളിപ്പോഴും. സത്യത്തിൽ ഒരുപാട് പേരങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. അങ്ങനെയാണ് മിക്കവാറും ആൾക്കാരുടെ എല്ലാം മനസ്സിൽ അതാണുള്ളത്. വെയിറ്റ് ട്രെയിനിങ് ഒക്കെ ചെയ്യുന്ന എന്തോ ഒരു വലിയ മഹാ അപരാധം ചെയ്യുന്ന കണക്കാണ് മിക്കവാറും ആൾക്കാരുടെ എല്ലാം ഒരു വിചാരം. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഒരു 40 വയസ്സൊക്കെ കഴിയുമ്പോഴേക്കും പ്രധാനമായിട്ടും പുരുഷന്മാർക്കാണെങ്കിലും സ്ത്രീകൾക്കാണെങ്കിലും, പുരുഷന്മാർക്കാണെങ്കിൽ അവരുടെ മെയിനായിട്ടുള്ള അവരുടെ ഹോർമോൺ എന്ന് പറഞ്ഞാൽ ടെസ്റ്റോസ്റ്ററോണാണ്. അപ്പം 40 വയസ്സ്, ഒരു 35-40 വയസ്സൊക്കെ കഴിയുമ്പോഴേക്കും ടെസ്റ്റോസ്റ്ററോണിൻ്റെ അളവ് കുറഞ്ഞ് വരുന്ന ഒരു സമയമാണ്. ഓക്കെ, അപ്പം അതുമൂലം നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. പൊതുവായിട്ട് നമുക്ക് മസിൽ ലോസ് സംഭവിക്കാറുണ്ട്. അത് കണക്ക് തന്നെ നമ്മുടെ എല്ലുകളുടെയൊക്കെ ആരോഗ്യം കുറയാറുണ്ട്, മുടി കൊഴിയാറുണ്ട്, ഒരുപാട് പ്രശ്നങ്ങൾ അതുമൂലം സംഭവിക്കാറുണ്ട്. അപ്പം നമ്മൾ നടക്കുന്നുണ്ടെന്നും നമ്മൾ ടെസ്റ്റോസ്റ്ററോണൊന്നും ഒരിക്കലും വർദ്ധിക്കാനൊന്നും പോകുന്നില്ല. ഓക്കെ, നടത്തം എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു കാർഡിയോ മാത്രമാണ്. അത് നമ്മുടെ പേശികൾക്ക് വലിയ ഒരു ബലവും ഒന്നും തരുന്ന ഒരു വ്യായാമമല്ല, അല്ലെങ്കിൽ ഒരു ഉപാധിയല്ല നടത്തം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ മെയിനായിട്ട് വെയിറ്റ് ട്രെയിനിങ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഏതെങ്കിലും ജിമ്മിൽ പോയിട്ട് നിങ്ങൾ വെയിറ്റ് ട്രെയിനിങ് ചെയ്യുക. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ നിങ്ങൾക്ക് എക്യുപ്മെൻറ്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ വെയിറ്റ് ട്രെയിനിങ് ചെയ്യുക. ഓക്കെ, വെയിറ്റ് ട്രെയിനിങ് ചെയ്യുന്നതുകൊണ്ടുള്ള നമുക്ക് പ്രയോജനം എന്ന് വെച്ചാൽ, ഒന്ന്, നമ്മുടെ മസിൽ ലോസിനെ നല്ല രീതിയിൽ തടയാൻ സഹായിക്കും എന്നുള്ളതാണ്. ഓക്കെ, നമ്മുടെ എല്ലുകളുടെ ആരോഗ്യമൊക്കെ അതേപടി നിലനിർത്തിക്കൊണ്ട് പോകാനായിട്ട് പറ്റും. അതിനൊക്കെ നമുക്ക് ഒരു 50 വയസ്സൊക്കെ ആകുന്ന സമയത്ത് നമുക്ക് ഉണ്ടാകുന്നൊരു വീഴ്ചയിലൊക്കെ ഉണ്ടാകുന്ന ആഘാതങ്ങളുടെയൊക്കെ, നമ്മുടെ എല്ലുകൾക്ക് ശക്തിയില്ലെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളൊരു ചെറിയ വീഴ്ച പോലും, നമ്മൾ പ്രായമുള്ള ആൾക്കാരെയൊക്കെ നമ്മൾ കാണാറുണ്ടല്ലോ, ഒരു ചെറിയ വീഴ്ച പോലും വന്നു കഴിഞ്ഞാൽ അവരുടെ എല്ലുകളൊക്കെ പെട്ടെന്ന് പൊട്ടിപ്പോകുന്നുണ്ട്. കാരണം എല്ലുകൾക്കൊന്നും സ്ട്രെങ്ത് കാണില്ല. അപ്പം നമ്മൾ ഈ വെയിറ്റ് ട്രെയിനിങ് ചെയ്യുന്ന വഴി നമ്മുടെ എല്ലുകളൊക്കെ നല്ല സ്ട്രെങ്തൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അതിനൊക്കെ തന്നെ നമുക്ക് ടെസ്റ്റോസ്റ്ററോണും ഒരു പരിധി വരെ നമുക്ക് പിടിച്ചു നിർത്തിക്കൊണ്ട് പോകാനും ഈ ഒരു വെയിറ്റ് ട്രെയിനിങ് കൊണ്ട് കഴിയും. കാരണം സ്ക്വാട്ട് പോലുള്ള വർക്കൗട്ടുകൾ, ബെഞ്ച് പ്രസ്, ഷോൾഡർ പ്രസ് പോലുള്ള നല്ല നല്ല കോമ്പൗണ്ട് മൂവ്മെൻറ്റ്സ് വർക്കൗട്ടുകളൊക്കെ വെച്ചിട്ട് നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ ബോഡിയെ ഫിറ്റാക്കി കൊണ്ട് പോകാനായിട്ട് പറ്റും. പ്രധാനമായിട്ടും മസിൽ ലോസിനെ തടയും. അതിനൊക്കെ തന്നെ എല്ലുകളുടെ ആരോഗ്യം വർദ്ധിക്കും. അതുകൊണ്ട് ആരെങ്കിലും ഇങ്ങനെയുള്ള വിഡ്ഢിത്തരങ്ങൾ പറയുന്ന കേട്ടുകൊണ്ട് നിങ്ങൾ ജിമ്മിൽ പോകുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും അതിനെ മുടക്കം വരുത്താതിരിക്കുക. നിങ്ങൾ വർക്കൗട്ട് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, കാരണം പലതും പറഞ്ഞ് നമ്മളെ തടയാനായിട്ട് ശ്രമിക്കും, മുടക്കാനായിട്ട് ശ്രമിക്കും. നിങ്ങൾ അതൊന്നും കേൾക്കാൻ പോകരുത്. കാരണം നടത്തം എന്ന് പറയുന്നത് മാത്രമല്ല വ്യായാമം. വെയിറ്റ് ട്രെയിനിങ് നല്ല ഒരു കാര്യം തന്നെയാണ്. നിങ്ങൾ മിതമായ രീതിയിൽ നല്ലൊരു ട്രെയിനറുടെ സഹായത്തോടുകൂടി നല്ല കറക്റ്റായിട്ട് രീതിയിൽ വെയിറ്റ് ട്രെയിനിങ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് യാതൊരുവിധ ഇഞ്ചുറീസും ഉണ്ടാകത്തില്ല, ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാകത്തില്ല. ഓക്കെ, നിങ്ങൾ കൂടുതൽ എനർജിക്കാവും, നിങ്ങൾ കൂടുതൽ ആക്റ്റീവാവും എല്ലാ കാര്യത്തിലും. ഓക്കെ, അതാണ് അതിൻ്റെ ഒരു പ്രധാന ബെനിഫിറ്റ് എന്ന് പറയുന്നത്. അതിനൊക്കെ തന്നെ കൂടുതൽ ആൾക്കാരും ജിമ്മിൽ പോയിട്ട് കാർഡിയോ വ്യായാമങ്ങൾ ചെയ്യാനായിട്ടാണ് ശ്രമിക്കാറുള്ളത്. ഓക്കെ, അപ്പം നമുക്ക് 40 വയസ്സായില്ലേ, നമുക്കിനി ഇതൊന്നും പറ്റത്തില്ല, വെയിറ്റൊന്നും എടുത്ത് പൊന്തിക്കാൻ പറ്റില്ല. ഇനിയിപ്പം ട്രെയിനേഴ്സ് പറഞ്ഞു കൊടുക്കും നിങ്ങൾ കാർഡിയോ വ്യായാമം ചെയ്യാൻ പറയും.
അങ്ങനെ കയറി ട്രെഡ്മില്ല് പോലുള്ള കാർഡിയോ ഉപകരണങ്ങൾ കയറിയിട്ട് ഒരുപാട് നേരം കിടന്ന് വർക്കൗട്ട് ചെയ്യുന്ന ആൾക്കാരെ കാണാം. നിങ്ങൾ കാർഡിയോ വ്യായാമങ്ങളൊക്കെ ചെയ്യേണ്ടെന്നല്ല, ചെയ്യുക, പക്ഷേ അതിനൊക്കെ ഒരു പരിധി നിശ്ചയിക്കുക. കൂടുതൽ നിങ്ങൾ വെയ്റ്റ് ട്രെയിനിങ്ങിൽ ഫോക്കസ് ചെയ്യുക. കാർഡിയോ വ്യായാമങ്ങൾ ഒക്കെ കുറച്ച് ചെയ്താൽ മതിയാവും. ഓക്കെ, കാർഡിയോ എന്ന് പറയുന്നത് ജസ്റ്റ് നമ്മുടെ ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്താനുള്ള ഒരു എക്സസൈസ് മാത്രമാണ്. അതിനൊക്കെ തന്നെ ഫാറ്റ് ലോസിന് വേണ്ടിയിട്ട് പോകുന്ന ആൾക്കാർ ഫാറ്റ് ലോസിന് വേണ്ടിയിട്ട് ചുമ്മാതെ കിടന്ന് കുറേ ജമ്പിങ് ജാക്സും കുറേ ഹൈ നീ റൈസും കുറേ ട്രെഡ്മില്ലിൽ ഓടുക, കുറേ സൈക്ലിങ് എന്തൊക്കെയോ ചെയ്യുക. കാരണം ഫാറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടികളാണ്. ഇപ്പോഴും നമ്മുടെ ജിമ്മുകളിലൊക്കെ ഇതിങ്ങനെ ആൾക്കാർ ട്രെയിനേഴ്സ് പ്രോത്സാഹിപ്പിച്ച് കൊടുക്കുകയാണ്. നിങ്ങൾ വെറുതെ ഇട്ട് ചാടിക്കുകയാണ്. ഒരു 90, 100, 80 കിലോ ഉള്ള ആൾക്കാരൊക്കെ വന്നാൽ, അത് സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും ചുമ്മാതിട്ട് ജമ്പിങ് ചെയ്യിപ്പിക്കുക, അവരെ കൊണ്ട് ഒരുപാട് നേരമൊക്കെ ഇട്ട് ചാടിപ്പിക്കുക, അതിനൊക്കെയുള്ള വർക്കൗട്ടുകൾ ചെയ്യിപ്പിക്കുക. ഇതുമൂലം അവർക്ക് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇത്രയും തടിയുള്ള ഒരാൾ ഇങ്ങനെയാണ് ജമ്പിങ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഒന്നെങ്കിൽ അവർക്ക് ഇതൊക്കെ നെഞ്ചിടിപ്പൊക്കെ കൂടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. രണ്ടാമത്തെ കാര്യം വെച്ച് കഴിഞ്ഞാൽ അവരുടെ മുട്ടുകൾക്ക് പരിക്ക് പറ്റാനുള്ള സാധ്യത കൂടുതലാണ്. നടുവിനൊക്കെ ഇഞ്ചുറീസ് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. നിങ്ങൾ ആദ്യത്തെ 1-2 ദിവസങ്ങളിലൊക്കെ ചെറിയ ചെറിയ കാർഡിയോ എക്സസൈസുകൾ ചെയ്തതിന് ശേഷം നിങ്ങൾ പതിയെ നിങ്ങൾ വെയ്റ്റ് ട്രെയിനിങ്ങിലോട്ട് കിടക്കുക എന്നുള്ളത് നല്ല ഒരു കാര്യമാണ്. വെയ്റ്റ് ട്രെയിനിങ് ചെയ്യുന്ന വഴി നിങ്ങൾക്ക് ഫാറ്റ് ലോസ് നല്ല രീതിയിൽ, എന്ന് വെച്ചാൽ നമ്മൾ കാർഡിയോ ചെയ്യുന്നതിനായിട്ട് കൂടുതലായിട്ട് വെയ്റ്റ് ട്രെയിനിങ് ചെയ്യുമ്പോൾ നമുക്ക് ഫാറ്റ് ലോസ് ഉണ്ടാകും. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള, അതും അനാവശ്യമായിട്ടുള്ള വ്യായാമങ്ങൾ, ഒരുപാട് വേണ്ടാത്തതും വേണ്ടുന്നതുമായിട്ടുള്ള ഒരുപാട് വ്യായാമങ്ങളാണ് ഈ ആൾക്കാരെ കൊണ്ട് ഫാറ്റ് ലോസ് എന്നും പറഞ്ഞ് ചെയ്യിപ്പിക്കുന്നത്. വെറുതെ ഓരോരുത്തരൊക്കെ ചെയ്തിട്ട് അവസാനം മുട്ടിനൊക്കെ തേയ്മാനമായിട്ട് കിടന്നു പോയിട്ടുള്ളവരുമുണ്ട്. ഓക്കെ, അപ്പം അതുകൊണ്ട് നിങ്ങൾ പരമാവധി ഈ ഇങ്ങനെയൊക്കെയുള്ള വ്യായാമങ്ങൾ അല്പം കുറച്ചുകൊണ്ട്, ചെയ്യേണ്ടതെന്നല്ല, എല്ലാ വ്യായാമങ്ങളും നമുക്ക് ആവശ്യമാണ്. കാർഡിയോ വ്യായാമം നമുക്ക് ആവശ്യമാണ്. അതിനൊക്കെ നടക്കാൻ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നടക്കാൻ പോകുന്നതുകൊണ്ട് യാതൊരു പ്രശ്നവുമില്ല. നടത്തം കൊണ്ട് നമുക്ക് ഒരുപാട് ബെനിഫിറ്റുകളുണ്ട്. ഓക്കെ, പക്ഷേ എന്നാലും നമുക്ക് എല്ലാത്തിനും ഉപരിയായിട്ട് നമ്മൾ വെയ്റ്റ് ട്രെയിനിങ്ങിലോട്ട് നല്ല രീതിയിൽ ഫോക്കസ് ചെയ്യണം. ഓക്കെ, ആ വെയ്റ്റ് ട്രെയിനിങ് വഴിയാണ് നമുക്ക് നല്ല ഒരു ഹെൽത്ത്, നമ്മുടെ ബോഡിയൊക്കെ ഫിറ്റാക്കി എടുക്കാനൊക്കെ സാധിക്കുകയുള്ളൂ. പിന്നെ വേറെ കുറച്ച് ആൾക്കാരുണ്ട്, പല ആൾക്കാരും ഇങ്ങനെ ഈ ഫിറ്റ്നസ് സംബന്ധമായിട്ടുള്ള വെയ്റ്റ് ട്രെയിനിങ്ങിനെ കുറിച്ച് വീഡിയോ ഇടുമ്പോൾ അതിൻ്റെ താഴെ വന്നിരുന്നിട്ട് കമൻറ്റ് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട്. അവരുടെ ഒരു പ്രധാനപ്പെട്ട വാദം എന്ന് പറയുന്നത് ഇങ്ങനെയാണ്: എന്തിനാണ് ഇങ്ങനെ ജിമ്മിലൊക്കെ പോകുന്നത്, ഈ വെയിറ്റൊക്കെ എടുത്ത് കൊണ്ടിരിക്കുന്നത്, നിങ്ങൾക്ക് പറമ്പിൽ പോയി കിളച്ചൂടെ എന്ന് ചോദിക്കുന്ന പലരും ഉണ്ട്. ഓക്കെ, പറമ്പിൽ പോയി കിളച്ചാലും നമ്മൾ കൃഷിപ്പണികൾ ചെയ്താലും നമ്മൾ തൂമ്പയെടുത്ത് കിളയ്ക്കുന്നതായാലും ഇതെല്ലാം നല്ല വ്യായാമങ്ങൾ തന്നെയാണ്. പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, പണ്ടത്തെ കാലമല്ലത്. ഒരാൾക്ക് കൂടിപ്പോയി കഴിഞ്ഞാൽ എത്ര സെൻറ്റ് സ്ഥലത്താണ് നമ്മൾ താമസിക്കുന്നത്, ഫ്ലാറ്റുകളിലും ഒക്കെയാണ് നമ്മുടെ താമസം എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് വീട്ടിൽ ചുറ്റുവട്ടത്ത് 10 വാഴ വെച്ചാലും നമുക്ക് ഒരു ദിവസം കൊണ്ട് ആ വാഴ വെക്കാനായിട്ട് നമുക്ക് പറ്റും. പക്ഷേ 15ാമത്തെ ദിവസം തൊട്ട് നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് കളയ്ക്കാൻ പറ്റും. എന്നും വാഴയുടെ ആ വെച്ച വാഴ പിന്നെയും കളച്ചെടുത്ത് മാറ്റി വെച്ചിട്ട് പിന്നെയും എടുത്ത് അങ്ങനെ തിരിച്ചു വെക്കാനായിട്ട് പറ്റുമോ? അപ്പം അതൊന്നും ഒരിക്കലും പ്രോപ്പറായിട്ടുള്ള കാര്യമല്ല. അതൊക്കെ പണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് സ്ഥലങ്ങളുണ്ടായിരുന്നു, കൃഷിയിടങ്ങളുണ്ടായിരുന്നു. അപ്പം ആ ഒരു സമയത്ത് നമുക്കിതൊക്കെ പ്രാക്ടിക്കലാണ്. പക്ഷേ ഇപ്പം ഇന്ന് അണുകുടുംബങ്ങളാണ്, അതിനൊക്കെയുള്ള ഫാമിലികളാണ്, ചെറിയ ചെറിയ സൗകര്യങ്ങളിൽ ജീവിക്കുകയാണ്. ചെറിയ സൗകര്യങ്ങളെന്ന് വെച്ചാൽ ഇടുങ്ങിയ ഫ്ലാറ്റുകളിലൊക്കെയാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയുള്ളപ്പോൾ നമ്മൾ പൊതുവായിട്ട് ഫിറ്റ്നസ് സെൻ്ററുകളൊക്കെ നമുക്ക് ആശ്രയിച്ചേ പറ്റൂ. ഓക്കെ, അല്ലാതെ അവർ പറയുന്ന കണക്ക് നമ്മൾ പറമ്പിൽ പോയി തൂമ്പയെടുത്ത് കിളയ്ക്കുന്നതൊക്കെ നല്ല ആരോഗ്യം തരുന്ന കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ നമുക്ക് എത്ര പേർക്ക് അതിന് സാധ്യമാകും എന്നുള്ളൊരു കാര്യം കൂടെ ഈ പറയുന്നവർ ഒന്ന് ചിന്തിക്കുക. ഓക്കെ, അപ്പം നിങ്ങൾ ജിമ്മിൽ പോവുക, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീട്ടിൽ തന്നെ വെയ്റ്റ് ട്രെയിനിങ് നിങ്ങൾ ശീലമാക്കുക. നിങ്ങൾക്ക് നല്ല ഒരു ഹെൽത്ത് ആണ് ആവശ്യമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാ വ്യായാമ രീതികളും നിങ്ങൾ ഒരുമിച്ച് കൊണ്ടുപോവുക. കാർഡിയോ ചെയ്യുക, നിങ്ങൾ നടക്കാൻ പോവുക, നിങ്ങൾ ജോയിങ്ങിന് പോകുക എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. നിങ്ങൾക്ക് സ്വിമ്മിങ് ചെയ്യാം. അതാണെങ്കിൽ അതിലുപരിയായിട്ട് നിങ്ങൾ വെയ്റ്റ് ട്രെയിനിങ്ങിലൂടെ ഫോക്കസ് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. അതിനൊക്കെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോകരുത്. ഓക്കെ, അപ്പം അടുത്ത ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.